ഹലോ ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ് ലവേഴ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹായ്, ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. നാളത്തേക്കുള്ള നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ടെക്നിക്കൽ വ്യൂ, അതോടൊപ്പം കുറച്ച് നല്ല സ്റ്റോക്കുകൾ നാളേക്ക് ഇൻട്രാഡേ ചെയ്യാൻ പറ്റിയതും ആൻഡ് ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു ക്വിക്ക് റിവ്യൂ. നിഫ്റ്റി ക്ലോസ് ചെയ്ത് 15,313 1.20 ലോസോട് കൂടിയിട്ട്. സെൻസെക്സ് ക്ലോസ് ചെയ്ത് 52,104 49 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട്. നിഫ്റ്റി ബാങ്ക് ക്ലോസ് ചെയ്തത് 37,099 207 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട്. നിഫ്റ്റിയുടെ ഇന്നത്തെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് എടുക്കുകയാണെങ്കിൽ പ്രീവിയസ് ക്ലോസിംഗ് വാസ് 15,340, ഇന്നത്തെ ഓപ്പണിംഗ് 15,371, ഒരു സ്ലൈറ്റ് ഗ്യാപ്പ് അപ്പ് ആൻഡ് ഡേ ഹൈ വെൻറ്റ് അപ്പ് ടു 15,431, ഡേ ലോ വാസ് 15,242. ജസ്റ്റ് 1.25 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട് 15,313 ഒരു ഫ്ലാറ്റ് മോഡലാണ് ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നിഫ്റ്റിയെ ഒരു അപ്ലിഫ്റ്റ് ചെയ്യിച്ച ഘടകങ്ങൾ നോക്കുകയാണെങ്കിൽ റിലയൻസ്, HDFC ബാങ്ക്, കൊട്ടക് മഹേന്ദ്ര, പവർ ഗ്രിഡ്, ടാറ്റ സ്റ്റീൽ, അങ്ങനെ കുറച്ച് സ്റ്റോക്കുകളാണ്. അതേസമയം ശരിക്കും ഡ്രാഗ് ചെയ്യിപ്പിച്ചത് ICICI ബാങ്ക്, ഇൻഫോസിസ്, ആക്സിസ് ബാങ്ക്, TCS, നെസ്ലെ, അങ്ങനെ ഒരുപാട് സ്റ്റോക്കുകൾ. ആൻഡ് ഇന്ന് നിഫ്റ്റിയിൽ ഫോം ചെയ്തിട്ടുള്ളൊരു ഡോജി പാറ്റേൺ ആണ്. അടുത്തത് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ പ്രീവിയസ് ക്ലോസിംഗ് വാസ് 37,306 ആൻഡ് ഇന്നത്തെ ഓപ്പണിംഗ് 37,492. ഇതും അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് മോഡിൽ സ്ലൈറ്റ് ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ട് തന്നെയാണ് ഓപ്പണിംഗ് നടന്നത്. ഡേ ഹൈ വെൻറ്റ് അപ്പ് ടു 37,708 ആൻഡ് ഡേ ലോ വാസ് 36,762 ആൻഡ് 207 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട് 37,098 ഇന്ന് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. സെയിം ഒരു ഡോജി പാറ്റേൺ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിലും ഫോം ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇന്നത്തെ ഒരു റാലിക്ക് പ്രധാനമായും കാരണമായിട്ടുള്ള കുറച്ച് സ്റ്റോക്സ് നോക്കുകയാണെങ്കിൽ കൊട്ടക് മഹേന്ദ്ര, HDFC ബാങ്ക്, ബന്ധൻ ബാങ്ക്, RBL ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, അങ്ങനെ. ആൻഡ് ഒരു ഡ്രാഗ് മോഡലുണ്ടായിരുന്ന സ്റ്റോക്കുകൾ ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, SBI, IDFC ആൻഡ് PNB. ഫ്രണ്ട്സ്, നിഫ്റ്റി ശരിക്കും പറഞ്ഞാൽ ഹിറ്റ് ചെയ്തു വീണ്ടും ഒരു ഫ്രഷ് റെക്കോർഡ് ഹൈ. പക്ഷേ നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നാണ്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഷാർപ്പ് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള എല്ലാ സാധ്യതയുണ്ട്. സോ ഒരു റിയലി ഷാർപ്പ് സെൽ ഓഫ് തന്നെയാണ് ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നത്. ഘട്ടം ഘട്ടമായിട്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് കുറച്ച് സാവധാനം കിട്ടി. എക്സിറ്റ് ചെയ്യാനുള്ളൊരു സമയമൊക്കെ ആക്ച്വലി നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി രണ്ടുപേരും തന്നിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരു ഇമ്മീഡിയറ്റ് സെൽ ഓഫ് അല്ലായിരുന്നു, ബട്ട് നമ്മളത് പ്രതീക്ഷിക്കണം. ഓക്കെ, ആൻഡ് മെയിനായിട്ട് സെൽ ഓഫ് കാണപ്പെട്ടുള്ള ഒരു ഏരിയാസ് നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് ബാങ്ക്സ്, FMCG, IT സ്റ്റോക്സ്, ഇതിലൊക്കെ തന്നെയാണ്. ഫ്രണ്ട്സ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഫ്റ്റിയിലൊരു ബെയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിട്ടുള്ളതെന്ന്. അതേസമയം ഒരു ഡെയിലി ബേസിൽ നോക്കുകയാണെങ്കിൽ ഓക്കെ, നിഫ്റ്റിയിൽ ഫോം ചെയ്തിട്ടുള്ളത് ഒരു സ്പിന്നിങ് ടോപ്പ് കൈൻഡ് ഓഫ് പാറ്റേൺ ആണ്. അതായത് വിച്ച് സജസ്റ്റ് ദാറ്റ് ഒരു അൺസർട്ടനിറ്റി മാർക്കറ്റിൽ. ഓക്കെ, അതായത് ഉദാഹരണം പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി അവിടേക്കില്ല ഇവിടേക്കില്ല, ഇറ്റ് ക്യാൻ ബി ഒരു അപ്പ് ട്രെൻഡിനുള്ള ഒരു മൂവ് ആയിരിക്കാം, നോട്ട് ഡൗൺ ട്രെൻഡിനും. ഓക്കെ, അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ്. സോ ഈ ഒരു സിറ്റുവേഷൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി നമ്മളുടെ എല്ലാവരുടെ മനസ്സിലുണ്ട്. സോ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോങ്ങിന് പോകാണ്ടിരിക്കണം. ഓക്കെ, ലോങ്ങിന് പോകണവർ സൂക്ഷിക്കണം എന്നുള്ളത്. ഓക്കെ, സോ എക്സാക്ട്ലി ഇന്നിപ്പോൾ നമുക്ക് എക്സിറ്റ് ആവാനുള്ള സമയമൊക്കെ കിട്ടി. ശരിക്കും ഇൻഡിക്കേഷൻ തന്നിരുന്നു മാർക്കറ്റ് കുറച്ച് ലാസ്റ്റ് കപ്പിൾ ഓഫ് അവേഴ്സ്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ലോ മോഡിൽ തന്നെയാണ് മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നത്. സോ ഇന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു എല്ലാവരും. ഓക്കെ, ആൻഡ് ടുമാറോ മേ ബി ഓക്കെ ഒരു ഷാർപ്പ് ഇമ്മീഡിയറ്റ് ഫാസ്റ്റ് ഒരു സംഭവം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഹെൽപ്ലെസ്. സോ അതുകൊണ്ട് കോൺഷ്യസ് ആയിട്ടിരിക്കാൻ വീണ്ടും പറയുന്നു. ഇന്ത്യ വിക്സ് അപ്പ് ബൈ 1.4%, അതായത് 21.47 നിന്ന് 21.71 അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ഹോൾഡ് അബവ് 15,240. ആ ഒരു ലെവലിന് താഴേക്ക് വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളൊരു സെല്ലിംഗ് ഏരിയയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയെന്ന് വേണം മനസ്സിലാക്കാൻ. ഓക്കെ, എസ്പെഷ്യലി 15,200 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ. ആൻഡ് പിന്നെ അടുത്തൊരു ടാർഗറ്റ് നമുക്ക് കാണാൻ കഴിയുന്ന 14,970 ആണ്. Okay, so 15,200 first support and 14,970 second.
ആൻഡ് അതേസമയം ഇഫ് ഇൻഡെക്സ് മൂവ്സ് അപ്പ് ഡെഫിനറ്റ്ലി ഒരു 15,500 ലെവൽ തന്നെ നമുക്ക് ടാർഗറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഓപ്ഷൻ ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ പുട്ടിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ 14,000-ലും സെക്കൻഡ് ഹയസ്റ്റ് ഈസ് 15,000 സ്ട്രൈക്കിലുമാണ്. ആൻഡ് കോളിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് 16,000-ലും സെക്കൻഡ് ഹയസ്റ്റ് ഈസ് 15,500-ലും. പുട്ടിൻ്റെ റൈറ്റിംഗ് ഏറ്റവും കൂടുതൽ 15,000-ലും സെക്കൻഡ് ഹയസ്റ്റ് ഈസ് 15,100-ലും. അതേസമയം കോൾ റൈറ്റിംഗ് നടന്നിട്ടുള്ളത് 15,400-ലും സെക്കൻഡ് ഹയസ്റ്റ് ഈസ് 16,000 സ്ട്രൈക്സിലുമാകുന്നു. അഗെയിൻ നിഫ്റ്റിയുടെ ഒരു ട്രേഡിംഗ് റേഞ്ച്, ഇമ്മീഡിയറ്റ് ട്രേഡിംഗ് റേഞ്ച് കാണാൻ കഴിയുന്നത് ജസ്റ്റ് ലൈക്ക് യെസ്റ്റർഡേ 15,000 to 15,500 ലെവൽസ് തന്നെയാണ്. ആൻഡ് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഷുഡ് ഹോൾഡ് above 37,000. ഓക്കെ, ഒരു റെസിസ്റ്റൻസ് ആയിട്ട് കാണാൻ കഴിയുന്നത് 37,700-ഉം നെക്സ്റ്റ് ലെവൽ ഈസ് 38,000-ഉം ആകുന്നു. അതേസമയം സപ്പോർട്ട് കാണാൻ കഴിയുന്നത് 36,500-ഉം സെക്കൻഡ് ഈസ് 36-ഉം. ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട്. ഇന്നത്തെ ഒരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ കഴിഞ്ഞ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ജിൻഡാൽ സ്റ്റീൽ, ONGC, പവർ ഗ്രിഡ്, ടാറ്റ സ്റ്റീൽ, ഹിൻഡാൽകോ, മാക്സ് ഫിനാൻസ്, വേദാന്ത, ലുപിൻ, ഹെവൽസ്, അപ്പോളോ ഹോസ്പിറ്റൽസ്, ടാറ്റ കെമിക്കൽസ്, SRF, ബൈക്കോൺ, റിലയൻസ്, അങ്ങനെ ഒത്തിരി. ആൻഡ് അതേസമയം വീക്ക്നെസ് ഗോദ്രേജ് കൺസ്യൂമറിൽ, സി എൻ്റർടൈൻമെൻറ്റിൽ, അമർ രാജ, ഇൻ്റർഗ്ലോബ് ഏവിയേഷൻ, മൈൻഡ് ട്രീ, TCS, ഒത്തിരി ഒത്തിരി സ്റ്റോക്കുകളിൽ നമുക്ക് ഒരു ഡ്രാഗിങ് കാണാൻ കഴിഞ്ഞു. FIIS ആൻഡ് DIs ഡാറ്റ. FIISൻ്റെ ഭാഗത്തു നിന്ന് ഇന്ന് 1,144 CR പർച്ചേസിംഗ് ആണ് നടന്നിട്ടുള്ളത്. അതേസമയം DIsൻ്റെ ഭാഗത്തു നിന്ന് 1,559 ഒരു സെൽ ഓഫും. ഫ്രണ്ട്സ്, ഇനി നാളത്തേക്ക് ട്രേഡ് എടുക്കാൻ പറ്റിയ കുറച്ച് നല്ല ഇൻട്രാഡേ പിക്സ്. ഫസ്റ്റ് വൺ അശോക് ലൈലാൻഡ്, പെട്രോനെറ്റ്, ഗ്രാസിം, കോൾ ഇന്ത്യ, പവർ ഗ്രിഡ്, ബോഷ്, ഹെമാൻറ്റം, റിലയൻസ്, ബജാജ് ഫിനാൻസ്, HDFC ബാങ്ക്. ഫ്രണ്ട്സ്, ദർ ഇസ് നോ ടാർഗറ്റ് ഓർ ട്രിഗർ. ഓക്കെ, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു സ്റ്റഡി നടത്തിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. ബിക്കോസ് നാളെ ഒരു ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ ആവാനുള്ള നല്ലൊരു സാധ്യതയുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി ഒരു ഗ്യാപ്പ് ഡൗണിനുള്ള സാധ്യതയാണ് അറ്റ് പ്രസൻറ്റ് മാർക്കറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അറ്റ് പ്രസൻ്റ് ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, നാളെ സ്ഥിതി വേറെ ആയിരിക്കാം. സോ അതുകൊണ്ട് ഞാൻ ട്രിഗറോ ടാർഗറ്റോ തരുന്നില്ല. ഓക്കെ, സോ സ്റ്റോക്സ് ആർ ഓൾ ഗുഡ്. നാളെ മൂവ്മെൻറ്റ് ഉണ്ടാവാനുള്ള സ്റ്റോക്കുകളാണ്. ഈവൻ യു കൻ ഹോൾഡ് അപ്പ് ടു അടുത്തൊരു ആഴ്ച വരെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കുകളാണ്. ഓക്കെ ഗൈസ്, ആൻഡ് പ്ലസ് PSU ബാങ്ക്സും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, PSU സെക്ടറിൽ പോയിട്ട് നിങ്ങൾ കുറച്ച് ബാങ്ക്സുകൾ നോക്കുകയാണെങ്കിൽ പ്രൈവറ്റൈസേഷന് വേണ്ടിയിട്ട് RBI നിർദ്ദേശിച്ചിട്ടുള്ള കുറച്ച് ബാങ്കുകളുടെ ഇന്നത്തെ ഒരു മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, IOB, ബാങ്ക് ഓഫ് ഇന്ത്യ, ഓക്കെ, അങ്ങനെ കുറച്ച് ബാങ്ക്സുകളെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ സ്റ്റോക്സുകളെല്ലാം റിയലി പെന്നി സ്റ്റോക്സാണ്, ഞാൻ വീണ്ടും പറയുന്നു. ഓക്കെ, നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ശരിക്കും ഒരു ലോങ് ടേമിലേക്ക് ഹോൾഡ് ചെയ്തിടാൻ ഉദ്ദേശിക്കുന്നവർക്ക് കിട്ടുക. അങ്ങനെയുള്ള ഇൻവെസ്റ്റിങ്ങിന് ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദിസ് ഈസ് ദ ടൈം ടു ഇൻവെസ്റ്റ്, ഒരു സംശയവും വേണ്ട. ഓക്കെ, സോ ഇതൊക്കെ ഒരു മൾട്ടി ബാഗറായിട്ട് മാറും. ഒരു പക്ഷേ 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് റിട്ടേൺ വരാം. പക്ഷേ ആ റിട്ടേൺ നിങ്ങൾക്ക് താങ്ങാനാവുന്നതിനെക്കാട്ടും വലിയൊരു ഒരു കോമ്പൗണ്ടിങ് ഒരു സ്റ്റൈലായിരിക്കും. അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് MRFൻ്റെ തന്നെ എടുത്തോളൂ. ഓക്കെ, ഒരു 10 വർഷം മുന്നേ അതിൻ്റെ സ്റ്റോക്കിൻ്റെ വാല്യൂ ഇന്നത്തെ വാല്യൂ. ഓക്കെ, അതല്ലെങ്കിൽ ACC സിമെൻ്റ് എടുക്കുക, അതല്ലെങ്കിൽ ഇൻഫോസിസ് എടുക്കുക. ഇൻഫോസിസ് വാസ് ട്രേഡിങ് അറൗണ്ട് 97 rupees. ഇന്ന് അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്ക്. അങ്ങനെ ഒരു 1000 സ്റ്റോക്ക് ഉണ്ടായിരുന്നെങ്കിൽ വാട്ട് വുഡ് ബി യുവർ അപ്പോൾ അങ്ങനെ കണക്കാക്കിയാൽ മതി. അതാണ് മാർക്കറ്റ്. മാർക്കറ്റ് ഓൾവേസ് അങ്ങനെയാണ് മാർക്കറ്റ് റിട്ടേൺ തരുന്നത്. ഒരു പക്ഷേ ഇപ്പോൾ ഈ 12-13 രൂപയ്ക്ക് നമ്മൾ വാങ്ങിയിടുന്ന സാധനം ഒരു 6 rupees 5 rupees ആവാം. ഓക്കെ, ഒരു ടൈമിൽ. ബട്ട് വി ഹാവ് ടു വെയിറ്റ്. ഓക്കെ, പേഷ്യൻസ് ആണ് ഇതിൻ്റെ മെയിൻ ഒരു അത്യാവശ്യ ഘടകം. സോ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു ടൈമാണ്. ഡെഫിനറ്റ്ലി യു ക്യാൻ ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്.
പിന്നെ ഇതിൽ മെയിനായിട്ട് ഒരു കോമ്പൗണ്ടിങ്ങിൽ ഒരു വിശ്വാസമുള്ള ഒരു ഇൻവെസ്റ്റർ ആയിരിക്കണം ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ. ഓക്കെ, അല്ലാണ്ട് ഇന്നിപ്പോൾ ഇട്ടിട്ട് ഒരു വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ദർ ഈസ് നോ പോയിൻറ്റ്. സോ തിങ്ക് ട്വൈസ് ട്രൈസ്, എന്താ പറയുക, നിങ്ങൾക്ക് എത്ര ചിന്തിക്കാൻ പറ്റുന്ന അത്രയും ചിന്തിച്ച് വളരെ സാവധാനം ഒക്കെ ഡിസിഷൻ എടുത്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇത്രമാത്രം ഫ്രണ്ട്സ്. This is all my personal views. My view may get wrong, so don't follow it just blindly. Consult a financial advisor before you enter the market or trade. And don't forget to subscribe my channel. Please subscribe my channel. Hit the like button. Share it. Money in Thailand. Ting ting. Happy trading. Take care. Good night.